ശാരദാമ്മയുടെ കയ്യിലെ ബാഗ് പരിശോധിച്ചേ മതിയാകൂ. അതിനുള്ളിൽ ഉണ്ടാകും തെളിവ്. അമ്പലത്തിലെ പ്രസാദമല്ലാതെ ഒരു നാണയത്തൊട്ട് പോലും കണി കാണാത്ത നിഷ്കളങ്കയാണ് സത്യാമ്മേ എന്റെ ബാഗ്. ഇങ്ങ് താ ശാരദാമ്മ ബാഗ്. അയ്യോ എന്റെ ദേവി. പിന്നിതെങ്ങനെ വന്നു ശാരദാമ്മ നിങ്ങളുടെ ബാഗിൽ? സത്യാമ്മേ സത്യമായിട്ട് ഞാനിത് അറിഞ്ഞതല്ല. മുല്ലപ്പൂമാല എന്താ നിങ്ങളുടെ ബാഗിലേക്ക് നടന്നു കയറിയോ? അയ്യോ എന്നെ കളിയാക്കാൻ വേണ്ടിയിട്ട് ഇതാ സുസ്മിത ഒപ്പിച്ചതാവും. സത്യാമ്മ എന്നെ വിശ്വസിക്കണം. സുസ്മിതയോ? അവൾ ഇന്നലെ പിറന്നു വീണതേയുള്ളൂ. കള്ളു എന്താണെന്ന് അറിയില്ല എന്റെ കുഞ്ഞിന്. സുസ്മിതയെ പഴിചാരാൻ ശ്രമിച്ചാ അതിനുള്ള ശിക്ഷ കൂടി നിങ്ങൾ അനുഭവിക്കേണ്ടി വരും ശാരദാമ്മേ. എന്റെ ദേവി. കുറ്റവാളിയെ കണ്ടെത്തിയ സ്ഥിതിക്ക് ശിക്ഷ കൂടി വിധിക്കണം സത്യഭാമേ. എങ്കിൽ കേട്ടോളൂ, ഇതാണ് സത്യഭാമയുടെ തീർപ്പ്. നാട്ടിലെ മുല്ലപ്പൂക്കളെല്ലാം മോഷ്ടിച്ച് കുടുംബശ്രീയിൽ കറിവെച്ച് വിളമ്പിയ കുറ്റത്തിന് ശാരദാമ്മ നാട് നീളെ മുല്ലച്ചെടികൾ വെച്ച് പിടിപ്പിക്കട്ടെ. എന്റെ ദേവി. അയ്യോ എന്താ അത് കണ്ടില്ലേ? പക്ഷേ ആ മുല്ലച്ചെടികൾക്ക് രാവിലെയും വൈകുന്നേരവും വെള്ളം കോരി നനച്ചു വളർത്തേണ്ടത് നീയാണ് വസുമതി. സത്യഭാമേ. വസുമതി. അയ്യോ ചിരിക്കാതിരിക്കുന്നേ നന്നായോ അമ്മേ? പിന്നെ സത്യാമ്മ ശരിക്കും അരച്ച് കലക്കി കുടിച്ചിട്ടുണ്ടല്ലോ നീ. അയ്യോ ഞാനോ അമ്മേ? നീ വസുമതി തന്നെ. അമ്മേ ഞാൻ നിനക്ക് അഭിനയിക്കാൻ അറിയില്ല ശാരി. ഞാനായി നീ ജീവിക്കായിരുന്നു. ഇപ്പൊ കണ്ടോ ഞങ്ങള് പെണ്ണുങ്ങളുടെ മിടുക്ക്. അല്ല ചേച്ചിമാര് വന്നേ, അവരുടെ ഡാൻസിനെ നമുക്ക് മറ ഡാൻസ് കൊടുക്കണ്ടേ? ഉറപ്പായിട്ടും വേണം. അത് വേണം. എന്തോ ഡാൻസ് ഞങ്ങൾ പറയുന്ന കേട്ടോ. ഇതാണ് ഡാൻസ്. മണ്ടകടി. അതെ ഞങ്ങൾ ആണുങ്ങൾക്ക് കേമത്തൊന്നുമില്ല നിങ്ങൾ പെണ്ണുങ്ങൾക്ക്, മനസ്സിലായേ? അല്ല സാറേ അല്ലേന്ന് ഉറപ്പായിട്ടും എന്നാര് പറഞ്ഞു? ഞങ്ങള് പറയുന്നു. എന്തേ ഞങ്ങളെ നല്ല വെടിപ്പായിട്ട് ചെയ്യുന്ന കാര്യം നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞ മൂക്കൊണ്ട് വരയ്ക്കും. അതെന്ത് കാര്യം? അങ്ങനെ ഒരു കാര്യമില്ല. അല്ല പിന്നെ എന്താ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാണോ? ഷുവർ. എന്നാ എന്താണ് ചെയ്യേണ്ടത് അത് പറ. കേട്ടില്ലേ? എന്താ ചെയ്യേണ്ടത് പറ, ഞങ്ങൾ റെഡി. പറ. ഓവർ കോൺഫിഡൻസ്.
അല്ല അതെന്താ അത് അവർക്ക് ചെയ്യാൻ അറിയാവുന്നതും നമുക്ക് ചെയ്യാൻ അറിയാത്തതുമായ കാര്യം സാറിന് അറിയായിരിക്കും. എന്താ? എനിക്കറിഞ്ഞൂടാ. പിന്നെ എന്ത് വിചാരിച്ച സാർ ഷുവർന്ന് ഓക്കെ എന്നൊക്കെ പറഞ്ഞു. എന്റെ അളിയ പതുക്കെ പറ. അളിയൻ നമ്മൾ അവരുടെ മുന്നിൽ തോക്കാൻ പാടില്ല. നിങ്ങളുണ്ടെന്നുള്ള ധൈര്യത്തിലാണ് ഞാൻ അങ്ങ് കയറ്റി വിട്ടത്. ഇങ്ങോട്ട് നോക്കിയേ. എന്താ അപ്പൊ നിങ്ങൾ റെഡിയല്ലേ? ആ ഞങ്ങൾ റെഡിയാ. അല്ലല്ലോ ഇപ്പൊ എന്താ ചെയ്യണ്ടേ പറയാ. പാചകം. പാചകം. എന്താ നിങ്ങളെ കൊണ്ടത് പറ്റില്ലേ? അതെ ഇത് ഒട്ടിന്റെ പണിയാട്ടോ. അല്ല പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തോൽവി സമ്മതിച്ചോ. ചമ്മലൊന്നും വേണ്ടല്ലേ? ആര് പറഞ്ഞു തോറ്റിട്ടൊന്നുമില്ല, ഞങ്ങൾ റെഡിയാ. സാറേ ഇത് കളിച്ച കളിയൊന്നുമല്ല കേട്ടോ. ചുമ്മാരി അളിയാ. ഈ പാചകം എന്ന് പറഞ്ഞാൽ കുറച്ച് വെള്ളം ചൂടാക്കി അതിനകത്ത് കുറച്ച് പച്ചക്കറി ഇട്ട് പുഴുങ്ങിയെടുക്കുന്ന പരിപാടിയാ. അതാരും ഏതായാലും ഒരു കുഴപ്പമില്ല. പിന്നല്ലാതെ ഹോസ്റ്റലിലെ ബാച്ചിലർ ലൈഫിൽ നമ്മളിതൊക്കെ കുറെ പയറ്റിയതാന്നേ. അപ്പൊ സാറിന് ഇതൊക്കെ നേരത്തെ അറിയാല്ലേ? ഞാനില്ലേ എന്നാലും എന്തോ ഒരു ഓക്കെ ആണല്ലോ അല്ലേ? എന്റെ അടി ധൈര്യമായിട്ട് ഇരിക്കും. അവരെക്കാളും മിടുക്ക് നമുക്കുണ്ടെന്ന് നമ്മൾ തെളിയിച്ചിരിക്കും. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നു. അടി നമ്മളോടാ കളി. അണ്ണ അവനോട് ഇല്ലേ ആ വിഷ്ണു? അവൻ കണ്ടാലും പേടിക്കൊന്നും വേണ്ട, നീ വാ. ഹലോ അണ്ണ പിടി വീണ്. നീ പേടിക്കാതെ മര്യാദയ്ക്ക് നിൽക്കും. ആരാ നിങ്ങള്? ഞങ്ങള് സീരിയൽ ലൈറ്റിന്റെ അലങ്കാരത്തിനായിട്ട് രാമായണ പൂജ നടക്കുമല്ലേ. ആര് വിളിച്ചിട്ട്? ഗോപാലകൃഷ്ണൻ ചേട്ടൻ പറഞ്ഞു വിട്ടതാ. തന്നെ ഞാൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോ. ഞങ്ങളിങ്ങനെ ലൈറ്റ് എല്ലായിടത്തും ഇടാൻ വേണ്ടി പോകുന്നവരെ. അങ്ങനെ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടാവും. തുടങ്ങിക്കോ. ഓ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. അല്ല പാചകം ചെയ്യാന്ന് പറഞ്ഞവരൊക്കെ എവിടെ? അതെ എത്ര നേരമായി. എനിക്ക് തോന്നുന്നത് എന്തോ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്നാ. എന്ത് ഗൂഢാലോചന? അവര് ചിലപ്പോഴേ ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് ഭക്ഷണം ഓർഡർ ചെയ്യാനുള്ള പ്ലാൻ ആയിരിക്കും. ഏയ് അതൊന്നും ഇവിടെ പറ്റില്ല. മോണിറ്റർ ചെയ്യാൻ ഞങ്ങൾ ഇവിടെ ഇരിക്കുവല്ലേ. ഇവിടുത്തെ പച്ചക്കറി വെച്ച് തന്നെ അവര് പാചകം ചെയ്യണം. എന്നാലും ഇത്രയും സമയം എന്തിനാ? അവരെന്തെടുക്കും അവിടെ? അതെ അവരവിടെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മൂന്നും കൂടി 4 കാലം പറിച്ച് ഓടിക്കാണും.
പാചകത്തിന്റെ കാര്യമല്ലേ? ഏയ് ഇങ്ങപ്പാറ് ചെല്ലോ. ഓടിപ്പോയതല്ല, പടച്ചിട്ട് അണിയാൻ പോയതാ. പടച്ചട്ടെ, ഇതാണോ പടച്ചട്ട? അതിനിവിടെ എന്ത് യുദ്ധം നടക്കുന്നെന്നാ? ഞങ്ങളെ സംബന്ധിച്ച് ഇതൊരു യുദ്ധം തന്നെയാ. മോളെ, ചില യുദ്ധങ്ങൾ ജയിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. ഞാൻ ഒട്ടും കുറയ്ക്കാൻ പാടില്ല. കിട്ടി. കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ്, ഇവർ 3 പേരുമാണ് എന്റെ ഹീറോസ്. അതിനവരെല്ലാരും തോറ്റവരല്ലേ? എന്താ സാറേ ഇത്? ഇവരേക്കാണ് ഇവിടെ പറയേണ്ടത്. ഒരു ഡയലോഗ് പറഞ്ഞപ്പോ മാറിപ്പോയതാ. ഇതാ വിദ്യാഭ്യാസം കൂടുതലായുള്ള കുഴപ്പം. അത് കാര്യമൊക്കെ വിട്ടേര്. ഇപ്പൊ മനസ്സിലായില്ലേ? ഇതുകൊണ്ടാ ഞാൻ പഠിക്കാനൊന്നും പോവായിരുന്നു. നാറാനും വേണം ഒരു ചങ്കൂറ്റം. അല്ല, എന്താ അവിടെ ഒരു ചർച്ച? ദേ, മര്യാദയ്ക്ക് അവിടെ ചെന്ന് പാചകം ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ തോറ്റതായി ഞങ്ങളങ്ങ് പ്രഖ്യാപിക്കും. അതെ അതെ, ഓക്കെ. ആഹാ, എന്നാ ഇപ്പൊ ശരിയാക്കി തരാം. അയ്യോ, സോറി. വഴി മാറാൻ. അവിടെയല്ല, ഇവിടെ. എവിടെ എവിടെ? നീ പാചകം ചെയ്യാൻ പോകുന്നു. അമ്മേ, ഇപ്പോ അച്ഛൻ കൂടെ വേണ്ടതായിരുന്നു അല്ലേ അമ്മേ? എന്താ അമ്മേ? ഒന്നുമില്ല. അല്ല, അമ്മയുടെ കണ്ടെന്താന്ന് അറിയുന്നേ? ഒന്നുമില്ല. ആ, ദേ അവിടെ ബഹളം തുടങ്ങി. ചട്ടി എടുത്ത് പിടിക്കാൻ ഇവിടെ കൊണ്ട് എട്. ഓ, സത്യാമ്മ കണ്ടില്ലല്ലോ അമ്മ. ആന്റി, ഈ യാത്ര വേണ്ടായിരുന്നു എന്നാ എനിക്ക് തോന്നുന്നത്. എനിക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല സുസ്മിത, നീ കണ്ടതല്ലേ രാഘവേട്ടന്റെ നിർബന്ധം. ആന്റിയുടെ കാര്യം വിട്. എന്നെ അവള് വിളിച്ചില്ലല്ലോ പൂജയ്ക്ക്. ഞാനൊരു അധികപ്പറ്റാവും. അങ്ങനൊന്നും നീ വിചാരിക്കണ്ട. എനിക്കൊപ്പം വരുന്നതായാലും എനിക്കുള്ള പ്രാധാന്യം നിനക്ക് കിട്ടിയിരിക്കും. അല്ലെങ്കിൽ എന്നെ അപമാനിക്കുന്നതിന് തുല്യവാ. ആ, പിന്നെ പോകുന്നത് നല്ലതാ ആന്റി. അല്ല, വല്ലപ്പോഴെങ്കിലും ആന്റിക്ക് സ്വന്തം മകളെ ഒന്ന് കാണാമല്ലോ. ആ, അതേറ്റു.
പട്ടിണിയാവോ അമ്മേ? അല്ല, ഉള്ള പച്ചക്കറി എല്ലാം വെട്ടിക്കൂട്ടി അവരെന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അതൊക്കെ കഴിക്കാൻ കൊള്ളോന്ന് ആർക്കറിയാം? ഒന്നും ഇണ്ടായിരിക്കണേ, കളിയാക്കാതെ. അതല്ലമ്മേ, ഓരോ വിഭവങ്ങളും എന്ത് വരുമ്പോ മണത്തീന്ന് അതിന്റെ രുചി നാവിലറിയാന്ന് അമ്മ എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. ഇതിപ്പോ തൊടിയിലെ പ്ലാവില് പഴുത്ത് നിൽക്കണ ചക്കയുടെ മണം മാത്രമേ കാറ്റിൽ വരുന്നുള്ളൂ. കണ്ട അവിടെ എന്തായി? ശ്യാമ പറഞ്ഞ ശരിയാ, എന്തോ പ്രശ്നമുണ്ട്. ഉണ്ടോ? ഉണ്ടെന്ന്. ഉണ്ട് സാറേ, ഉണ്ടെന്ന് പറയാൻ പറ്റും. ഉണ്ടാവും എന്തോ ഉണ്ട്. സാറേ, എല്ലാം അറിയാന്ന് പറഞ്ഞ് ഈ പരിപാടിക്ക് മുന്നോട്ടിറങ്ങിയത് സാറാണ്. അവസാന സമയത്ത് പാലം വിളിച്ചാണ്ടല്ലോ. അത് ഞാൻ ഒരു സ്പിരിറ്റിലങ്ങ് പറഞ്ഞില്ലേ. സ്പിരിറ്റ് അതെ, ചുരുക്കി പറഞ്ഞാൽ നമ്മൾ പെട്ടു. സാമ്പാറിന്റെ അവിയലിൽ കൂട്ടിയതാണോന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. എന്നൊരു കാര്യം ചെയ്യും, അളി ശരിക്കുള്ള കൂടെന്ന് പറഞ്ഞു. ഒരിക്കലേ ശാലിനി അതിന്റെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് എനിക്ക് തന്നിട്ടുണ്ട്. പക്ഷെ എനിക്കതങ്ങനെ കിട്ടുന്നില്ല. നമുക്ക് ശാലിനിയോടൊന്ന് ചോദിച്ചു നോക്കാം. ചോദിച്ചു. ഇതെന്തോ അവിയല്? ആ, ഇത് ഞങ്ങൾ കുടുംബശ്രീക്കാരുടെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. ഇതില് ഉണക്കമുന്തിരിയും പഴമാങ്ങയും കപ്പലണ്ടി ഒക്കെ ഇട്ടിട്ടുള്ള ഒരു തരം അവിയല്. കൊള്ളാം, അടിപൊളിയാ. ആ, അതാ ഈ അവിയലാണെങ്കിൽ ശാരിയെ പണ്ടൊരു കൂട്ടെനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അവളടുത്ത് കിട്ടിയ? അതെ, നിങ്ങൾ നിരാശപ്പെടണ്ട. ഈ കാണുന്ന പെണ്ണുങ്ങളൊന്നും സഹായിക്കണമെന്നില്ല. ലോകത്തിന്ന് വരെയുള്ള ഏറ്റവും മികച്ച കുക്ക് ആരാണെന്ന് അറിയൂ? നാളെ എന്നാ അയാളെ വിളിക്കണോ? എന്റെ അളിയാ. എന്താ? പോട്ടെ സാറേ, ഈ വിഷ്ണു പറഞ്ഞതിലും ഒരു കാര്യമുണ്ട്. എന്തായാലും ഈ കാര്യം നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല. നമുക്കേ മറ്റാരുടെങ്കിലും കൂടെ സഹായം ചോദിച്ചാലോ? അതിനാര് സഹായിക്കാനാ? അതിനാണ് മോനെ. പുള്ളിയാരെ വിളിക്കാൻ പോവാ. ആരെയും വിളിക്കാനൊന്നുമല്ല, ഇന്റർനെറ്റ്. ഇന്റർനെറ്റ് ഭൂമിക്ക് മുകളിലും ആകാശത്തിന് ചുവട്ടിലുമുള്ള സകല കാര്യങ്ങളും ഇതിലുണ്ട്. പിന്നെയാണോ പാചകം? ഇതെന്റെ അളിയൻ തന്നെ. ഒന്ന് നോക്ക് സാറേ, ഇതിലുണ്ട്. സകല അവിയലും ഇതിനകത്തുണ്ട്. ആരെങ്കിലും കാണുന്നുണ്ടോ നോക്കണം. ചുറച്ചുപിടി. അങ്ങനെ ഇപ്പൊ പറ്റില്ല. അയ്യോ, ഇത് ചതിയാ. ചതിയോ? നിങ്ങളൊക്കെ കൂടിയല്ലേ ചതിക്കാൻ നോക്കിയത്? ഞങ്ങൾ എന്ത് ചതിച്ചു? നെറ്റിന്റെയോ മറ്റാരുടെയോ സഹായം പാടില്ല. അതെ, അങ്ങനെ നിബന്ധനകളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ പറയണോന്നൊന്നുമില്ല. നിങ്ങളെ ഒരു ടാസ്ക് ഏൽപ്പിച്ച നിങ്ങൾ തന്നെ ചെയ്തു തീർക്കണം. ശാരദാമേ, അതെ ശാരദാമ ഒന്ന് പറയും. ശാരദാമേ ഒന്ന് പറ. മോളെ, പറ്റില്ലമ്മേ, ടാസ്ക് ടാസ്ക് തന്നെയാ. നിയമം ഒന്നും ഇവിടെ ആർക്കും വേണ്ടി മാറ്റാൻ പറ്റില്ല. കുഴഞ്ഞല്ലോ എല്ലാം.
എന്നാ പിന്നെ ശാരദാമ്മയൊന്ന് പറ്റില്ല അല്ലേ?